അപ്പോൾ ഹലോ ഗായ്സ്, ഇന്ന് ബാക്ക് അഗെയിൻ ഉണ്ണി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവൻ സർവ്വമായയുടെ ഒരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഉണ്ണി, എന്താണ് നിനക്ക് സർവ്വമായ കണ്ടിട്ട് തോന്നിയത്? എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഓണസ്റ്റ് റിവ്യൂ അങ്ങ് പറഞ്ഞു. സർവ്വമായ നല്ലൊരു പക്ക ഒരു കോമഡി, ഒരു ഫാൻറ്റസി, ഒരു ഹ്യൂമറുള്ള ഒരു പടമാണ്. നമുക്ക് ചിരിക്കാനും ഉണ്ട്. പിന്നെ ഈ സത്യൻ അന്തിക്കാടിൻ്റെ നമ്മുടെ പഴയ കണ്ട പടങ്ങൾ, പുള്ളിയുടെ പടങ്ങളുടെ ഒരു സ്റ്റൈൽ ഓഫ് ഇത് പാറ്റേൺ ഇവരുടെ മക്കളുള്ളത് ഇവർ നേരത്തെ തെളിയിച്ചതാണ്. മറ്റേ നമ്മുടെ കാച്ചും അത്ഭുതങ്ങളൊക്കെ ആ പടം നല്ല കൊള്ളായിരുന്നു, അഖിൽ സത്യൻ്റെ. അപ്പോൾ നിവിൻ പോളിയും അജു വർഗീസ് കോംബോ ഇസ് ബാക്ക് അഗെയിൻ. അത് നല്ല രസമുണ്ട്, അവർ നന്നായിട്ട് തന്നെയാണ് ചെയ്തതും, പെർഫോമൻസ് വൈസ് ആണെങ്കിലും. പിന്നെ നമുക്കിതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ, കാരണം ഇതിൻ്റെ അകത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നാലും അത് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലാണ് ഓരോ സീനും. ഇപ്പം നമുക്ക് ഇപ്പോൾ ലോജിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ലോജിക് വൈസാണ് ഈ സംഭവങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ പോലും അവർ ലോജിക് വൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ മൊത്തത്തിൽ കൊള്ളാം. ഒരു കുട്ടിയുണ്ട്, അഭിനയിച്ച കുട്ടി നിവിൻ പോളിയും, പിന്നെ നമ്മുടെ അജു വർഗീസ്, പിന്നെ ജനാർദ്ദനുണ്ട് പഴയ പുള്ളിയുടെ അഭിനയം നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ നമുക്ക് കണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഒരു എൻ്റർടൈൻമെൻ്റ് അത്യാവശ്യം ചിരിക്കാത്ത സ്പോട്ട് കോമഡീസാണ്. നമ്മളിങ്ങനെ വച്ച് കയറ്റി അങ്ങനെയൊന്നുമല്ല, കറക്റ്റ് നമുക്ക് ചിരി വരും. ഒബ്വിയസ്ലി ചിരി വരും. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. നിവിൻ പോളിയുടെ പെർഫോമൻസ് ആണെങ്കിൽ പഴയ നമുക്ക് നിവിൻ പോളി കാണാൻ പറ്റുന്നുണ്ട് പല സീനിലും. അതിപ്പം അജു വർഗീസ് ആണെങ്കിൽ അജു വർഗീസ് സൂപ്പറായിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് അവർ നല്ല നിവിൻ പോളി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അജു വർഗീസും നിവിൻ പോളിയും കോംബോ വെച്ചിട്ട് 2-3 സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ സിനിമ എല്ലാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് എങ്ങനെയുണ്ട്? അത് വേറെ ജോണറാണ്. ഇപ്പോൾ തട്ടത്തിന് മതത്താണെങ്കിലും മറ്റേ വേറെ പടങ്ങളാണെങ്കിൽ പോലും അത് വേറെ ജോണറാണ്. ഇതൊരു വേറെ ജോണർ ടൈപ്പാണ്. പക്ഷേ ഇതിൽ നമുക്ക് പക്ക ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. ക്യാരക്ടേഴ്സിനെ നിവിൻ പോളി അജു അവരുടെ അതിനൊരു റോളുണ്ട്, ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഫ്രണ്ട്സായിട്ടല്ല, അല്ലാതെയാണ്. അപ്പം അത് കാണാൻ മനസ്സിലാവും. എന്നാൽ എനിക്ക് പക്ഷേ കോമ്പോസിൽ ഇപ്പോൾ തട്ടത്തിന് മതത്ത തൊട്ടാണെങ്കിൽ കുറേ പടങ്ങളുണ്ടല്ലോ, അവരുടെ എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാം, മോശം നല്ല പടമാണ്. എനിക്ക് പേഴ്സണലി തട്ടത്തിന് മതത്താണ് അവരുടെ കോമ്പോയിൽ ഇഷ്ടപ്പെട്ട പടം. അപ്പോൾ ഒരു 10-ലാണെങ്കിൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 10-ലൊരു നമുക്കൊരു 7.5 കൊടുക്കാം. അത്ര എന്ത് പറ്റി ഇത്രയും നല്ലതായിട്ട് 7.5? അല്ല, കാരണം ഇതിനകത്ത് ലോജിക് വൈസ് നമുക്ക് നടക്കാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് നടക്കാത്തൊരു സാധനം ആയതുകൊണ്ടാണ് നമുക്കത് നടക്കാത്ത സാധനം അവർ കൺവിൻസ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായി. അതൊരു അവരുടെ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ 7.5 അല്ല 8 കൊടുക്കാം. ഓക്കെ, ശരി. അപ്പോൾ അതാണ് സർവ്വമായയുടെ നല്ല ഉണ്ണിയുടെ റിവ്യൂ. അപ്പം എല്ലാവരും ബേസിക്കലി മൊത്തത്തിൽ പറഞ്ഞ നല്ലൊരു സിനിമയാണ്. ഈ ക്രിസ്മസിന് ഫാമിലി ആയിട്ട് പോയി. നമ്മുടെ മറ്റേ ബബ്ബ പോലെയൊന്നും അല്ല. ബബ്ബ എവിടെ കിടക്കുന്നത്? ബബ്ബയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും വ്യത്യാസം അറിയാൻ പറ്റും കാണുമ്പോൾ. ആ പടം വേറൊരു ഇത് കുത്തി നിറച്ചുള്ള കോമഡി. ഇത് നമുക്ക് ഒക്കേഷണലി വരുന്ന ഒരു കോമഡിയാണ്. അതിനകത്ത് കൂടുതൽ നമ്മൾ അത് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ക്രിസ്മസ് എല്ലാവരും പോയി സർവ്വമായ കാണുക, എൻജോയ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.